രണ്ട് തമിഴ് സിനിമകളുടെ വാർത്തകളിലേക്ക് ഇവർക്കും സ്വാഗതം. അതിൽ ആദ്യത്തേത് കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തിയ മെയ്യഴകൻ റിപ്പോർട്ടാണ്. ചിത്രത്തിൽ നിന്നും നീക്കം ചെയ്ത 5 മിനിറ്റിലധികം ദൈർഘ്യമുള്ള ഒരു ഡിലീറ്റഡ് സീൻ വീഡിയോ ഇന്ന് യൂട്യൂബിലൂടെ റിലീസ് ആയിരിക്കുകയാണ്. ഇനി കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ കാർത്തി അരവിന്ദ് സ്വാമി കൂട്ടുകെട്ടിൽ തിയേറ്ററുകളിലേക്ക് എത്തിയ സിനിമയ്ക്ക് ഇന്ന് ഗാന്ധി ജയന്തി പ്രമാണിച്ച് കളക്ഷൻ വർധന വന്നിരിക്കുകയാണ്. ആദ്യമേ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ ഇതേ സമയം 2 ലക്ഷത്തിൽ പരമാണെങ്കിൽ ഇന്ന് 5 ലക്ഷത്തിലേറെയാണ് സിനിമയുടെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. സിനിമയുടെ ആകെ കേരള ഗ്രോസ് 80 ലക്ഷത്തിലേക്ക് അടുക്കുന്നു. ഇനി വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വരികയാണെങ്കിൽ ഇന്നലെ വരെയുള്ള 5 ദിവസത്തെ സിനിമയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 30 കോടിയിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. ഇന്നത്തോടെ അത് 35 കോടി കടക്കുമെന്നും ഉറപ്പാക്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 30 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ തിയേറ്ററുകളിലെ വിജയത്തിലേക്ക് നീങ്ങുന്നു എന്ന് തന്നെയാണ് നാം മനസ്സിലാക്കുന്നത്. 50 കോടി ലക്ഷ്യമിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന മെയ്യഴകന്റെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കൂ. അടുത്തത് രജനികാന്തിന്റെ തമിഴ് സിനിമ വേട്ടയ്യൻ അപ്ഡേറ്റ് ആണ്. രജനികാന്ത്, അമിതാഭ് ബച്ചൻ, ഒപ്പം തന്നെ ഫഹദ് ഫാസിൽ, റാണ ദഗുബെട്ടി തുടങ്ങി വലിയ താരനിരയോടെ വരാനായിട്ടിരിക്കുന്ന തമിഴ് സിനിമയാണല്ലോ ഒക്ടോബർ 10 തിയേറ്ററുകളിലേക്ക് എത്തുന്ന വേട്ടയ്യൻ. ഇന്ന് ഒക്ടോബർ 2 തീയതി വൈകിട്ട് 5 മണിക്ക് ശേഷം സിനിമയുടെ ട്രെയിലർ റിലീസ് ആയിരിക്കുകയാണ്. ലൈക്ക പ്രൊഡക്ഷൻസ് നിർമ്മിച്ച സിനിമയുടെ ട്രെയിലർ കാണുമ്പോൾ നാനവേൽ സംവിധാനം ചെയ്ത സിനിമ ഒരു ക്ലാസ് നിറഞ്ഞ രജനി സ്റ്റൈലിലുള്ളൊരു മാസ് സിനിമയാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. ട്രെയിലർ ഒരു ഓക്കെ ഫീൽ മാത്രമേ വ്യക്തിപരമായിട്ട് നൽകിയിട്ടുള്ളൂ. വലിയ പ്രതീക്ഷകളുടെ ഹൈപ്പൊന്നും തന്നെ നൽകാത്തൊരു ട്രെയിലർ കട്ടായിട്ടാണ് സിനിമയുടെ ട്രെയിലറിനെ നമുക്ക് കാണാനായിട്ട് കഴിഞ്ഞിരിക്കുന്നത്. എന്തായാലും അടുത്തയാഴ്ച സിനിമ തിയേറ്ററുകളിൽ ഞെട്ടിക്കട്ടെ എന്ന നിലവിൽ നമുക്ക് ആശംസിക്കാം. വലിയ താരനിര ഭാഗമായ വേട്ടയ്യൻ എന്ന സിനിമയുടെ ഓൺലൈൻ ബുക്കിംഗ് അടുത്ത ദിവസങ്ങളിൽ തന്നെ ആരംഭിക്കും. അപ്പോൾ കാത്തിരിക്കൂ. രജനികാന്ത് സിനിമയുടെ കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും കേട്ടാം.